സെക്കൻഡ് ഇയർ കാൽക്കുലേഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലുമായി നമ്മൾ കവർ ചെയ്ത ഏകദേശം പോർഷൻസ് എല്ലാം നമ്മൾ റിവൈസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ് മുതൽ സെക്കൻഡ് ഇയറിൽ ഇനി എടുക്കാനുള്ള ഭാഗത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കാൽക്കുലേഷൻ്റെയും സയൻസിൻ്റെയും ഭാഗത്ത് ഓരോ യൂണിറ്റ് വീതമാണ് നമുക്കിനി എടുക്കാനുള്ളത്. ഓക്കെ, ആദ്യമായിട്ട് സയൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. എല്ലാവരും സയൻസ് ആയതുകൊണ്ട് തന്നെ നോട്ട് പുസ്തകം കയ്യിലുണ്ടായിരിക്കണം. ഇവിടെ പറയുന്ന സമയത്ത് തന്നെ ആവശ്യമുള്ള ഡെഫിനിഷൻസും ആവശ്യമുള്ള പോയിൻറ്സും കൃത്യമായിട്ട് നോട്ടിൽ കേട്ട് പകർത്തി എഴുതണം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എഴുതാനുണ്ടാകും. അതുകൊണ്ട് കേൾക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും എഴുതാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്. ഈ യൂണിറ്റിൻ്റെ പേര് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്നാണ്. എല്ലാവരും നോട്ട് പുസ്തകത്തിൽ ഹെഡിങ് എഴുതുക, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന ഈ വേർഡ് നമ്മളെല്ലാവരും നേരത്തെ കേട്ടിട്ടുണ്ടാവും. 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ സയൻസ് പഠിച്ചവരും ഈ ടേം കേട്ടിട്ടുണ്ടാവും. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത് ഒന്ന് മലയാളത്തിൽ പറയാം. നമുക്കൊരു മെറ്റലിനെ ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ഷേപ്പ്, ഇൻറ്റേർണൽ സ്ട്രക്ചർ മാറ്റേണ്ടി വരും. അപ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് അതിനെത്തിക്കാൻ വേണ്ടി വ്യത്യസ്തമായ ടെമ്പറേച്ചറുകളിൽ ആ മെറ്റലിനെ ഹീറ്റ് ചെയ്യുകയും കൂൾ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ മെറ്റൽ ഈസ് ഹീറ്റഡ് ആൻഡ് കൂൾഡ് അറ്റ് വേരിയസ് ടെമ്പറേച്ചർ ടു ചേഞ്ച് ഇറ്റ്സ് ഇൻറ്റേർണൽ ഓർ ഇന്നർ സ്ട്രക്ചർ ടു മേക്ക് ഇറ്റ് യൂസബിൾ ഫോർ വേരിയസ് ടൂൾസ്. ഒരിക്കൽ കൂടെ പറയാം. വേരിയസ് ടൂൾസായിട്ട് അല്ലെങ്കിൽ വേരിയസ് പർപ്പസസിന് വേണ്ടി ഒരു മെറ്റലിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ മാറ്റാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ ടെമ്പറേച്ചറുകളിൽ ആ ഒരു മെറ്റലിനെ ഹീറ്റ് ചെയ്യുകയും കൂൾ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. എന്തിനാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞത്. നമുക്കൊരു മെറ്റലിൻ്റെ അതേ ഷേപ്പിൽ നമുക്കൊരു പക്ഷേ അതിനെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അറിയാലോ, മെഷീനുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വ്യത്യസ്ത ടൂളുകൾ ഉണ്ടാവും. അതിൻ്റെ വ്യത്യസ്തമായ ഷേപ്പ് നമുക്ക് കിട്ടുന്നത് അതിനെ കൃത്യമായ ടെമ്പറേച്ചറുകളിൽ ചൂടാക്കുകയും തണുപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ്. ഇങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എല്ലാവരും ഡെഫിനിഷൻ കൃത്യമായിട്ട് നോട്ട് പുസ്തകത്തിൽ എഴുതുക. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് ദി പ്രോസസ് by which a metal is heated and cooled. A metal is heated and cooled at various temperatures to change its internal structure or inner structure. എന്തു ചെയ്താം? To change its internal structure to make it usable for various tools. ഇതാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന പ്രോസസ്സിൻ്റെ ഡെഫിനിഷൻ. ജനറലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റലാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ കാർബണും അയണും മിക്സ് ചെയ്ത ഒരു മെറ്റലാണല്ലോ. വ്യത്യസ്ത ഷേപ്പുകളിലായിട്ട് സ്റ്റീലിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റീലിനെയാണ് പൊതുവിൽ നമ്മളിങ്ങനെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. ഈ യൂണിറ്റിൽ പ്രധാനമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ പർപ്പസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ വിശദമായിട്ട് പിന്നെ പറയാം. ഓരോ മെറ്റലിനും, ഇപ്പോൾ സ്റ്റീലിന് ഒരു നിശ്ചിത ടെമ്പറേച്ചർ ആയിരിക്കും അതിനെ ഷേപ്പിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ഇത് ഓരോ മെറ്റലിനും വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെ ഓരോ മെറ്റലിനും വ്യത്യസ്തമായ ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഇതെന്താണ്? അതുപോലെ തന്നെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നടത്തുക, ഏത് മെത്തേഡ് വെച്ചിട്ടാണ് നടത്തുക, ഇങ്ങനെ വ്യത്യസ്ത മെത്തേഡുകളുണ്ട്. ഈ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് പഠിച്ചു. ജനറലി സ്റ്റീലിനെയാണ് അത് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചല്ലോ. ഇനി രണ്ടാമത്തെ ഒരു സൈഡ് ഹെഡിങ് ആയിട്ട് എഴുതുക, പർപ്പസസ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്.
പർപ്പസസ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. എന്തൊക്കെ പർപ്പസുകളാണ് ഉള്ളത് എന്ന് എഴുതുക. എന്തിനാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്? പർപ്പസസ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, എല്ലാവരും എഴുതിയല്ലോ. ഒന്നാമത്തത് ടു സോഫ്റ്റനിങ് ദി മെറ്റൽ. ഒരു മെറ്റലിനെ സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നടത്തും. ചൂടാക്കുക മാത്രമല്ലല്ലോ ചെയ്യുന്നത്, ചൂടാക്കുകയും പിന്നെ തണുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ് ടു സോഫ്റ്റനിങ് ദി മെറ്റൽ. ടു സോഫ്റ്റനിങ് ദി മെറ്റൽ എല്ലാവരും ഇപ്പോൾ തന്നെ എഴുതണേ, സോഫ്റ്റനിങ് ദി മെറ്റൽ. രണ്ടാമത്തെ പോയിന്റ് ടു സേവ് ദി മെറ്റൽ ഫ്രം വിയർ എന്ന് പറഞ്ഞാൽ തുരുമ്പിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ് നടത്താറുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതുക ടു സേവ് ദി മെറ്റൽ ഫ്രം വിയർ. മൂന്നാമത്തെ പോയിന്റ് ടു എലിമിനേറ്റ് ദി ബ്രിട്ടിലിറ്റി. എന്ന് പറഞ്ഞാൽ ബ്രിട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ബ്രിട്ടിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ പൊട്ടാനുള്ള പ്രോപ്പർട്ടിയാണ് ബ്രിട്ടിലിറ്റി. നമ്മൾ ഇലാസ്റ്റിസിറ്റിയുടെ ഭാഗത്ത് പഠിച്ചതാണ്. അതിൻ്റെ ആ പ്രോപ്പർട്ടിയെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നടത്താറുണ്ട്. ഓക്കെ, അത് ഒന്നുകൂടെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, ഒന്നുകൂടെ ഹാർഡാക്കാൻ വേണ്ടിയിട്ടാണ്. ഹാർഡ് എന്നുള്ളത് നമുക്ക് മറ്റൊരു പോയിൻ്റായിട്ട് എഴുതാം. എങ്കിലും ഇവിടെ എങ്ങനെ തന്നെ എഴുതുക ടു എലിമിനേറ്റ് ദി ബ്രിട്ടിലിറ്റി. നാലാമത്തെ പോയിന്റ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ടു ഹാർഡനിങ് ദി മെറ്റൽ. ഓക്കെ, ഇവിടെ ടു സോഫ്റ്റനിങ് എന്ന് പറഞ്ഞ പോലെ ടു ഹാർഡനിങ് ദി മെറ്റൽ. ഒരു പോയിന്റ് കൂടെ പഠിച്ചു വെക്കുക, ഒരു പർപ്പസും കൂടെ പഠിച്ചു വെക്കുക. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാർഡായിട്ടുള്ള മെറ്റലിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, മിസലേനിയസ് ആയിട്ടുള്ള മെറ്റലിനെ കട്ട് ചെയ്യാനും നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് നടത്താറുണ്ട്. അതുകൊണ്ട് എഴുതുക ടു കട്ട് ദി മിസലേനിയസ് മെറ്റൽസ്. ഓക്കെ, ഇങ്ങനെ 5 പോയിൻ്റാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒന്ന്, ടു സോഫ്റ്റൻ ദി മെറ്റലിനെ സോഫ്റ്റ് ചെയ്യാൻ വേണ്ടി. 2, ടു സേവ് ദി മെറ്റൽ ഫ്രം ദി വിയർ, തുരുമ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി. മൂന്നാമത്തത് ടു എലിമിനേറ്റ് ദി ബ്രിട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ആ പൊട്ടുന്ന പ്രോസസ്സിനെ ഒഴിവാക്കി കൂടുതൽ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നടത്താറുണ്ട്. നാലാമത്തത് ടു ഹാർഡൻ ദി മെറ്റലിനെ കൂടുതൽ ഹാർഡാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യാറുണ്ട്. അഞ്ചാമത്തെ പോയിന്റ് ടു കട്ട് ദി മിസലേനിയസ് മെറ്റൽസ്, നല്ല സ്ട്രെങ്ത്തുള്ള ഹാർഡുള്ള പിന്നെ മെറ്റൽസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് നടത്താറുണ്ട്. ഇതാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ പർപ്പസ്. അപ്പോൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതിൻ്റെ പർപ്പസ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളതും പഠിച്ചു. അഡ്വാൻറ്റേജസ് ആയിട്ടും ഇത് നമുക്ക് എഴുതാം, പർപ്പസ് ആയിട്ട് എഴുതാം, യൂസസ് ആയിട്ടും ഒക്കെ ഈ പോയിന്റ്സ് തന്നെ എഴുതാം. ഇതിലൊരു 4 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം എന്തായാലും എല്ലാവരും പഠിച്ചു വെക്കണം. ഇനി എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്താണ്? ഓരോ മെറ്റലിനും നമ്മൾ നൽകുന്ന ടെമ്പറേച്ചർ വ്യത്യസ്തമായിരിക്കും. കൂടുതൽ ടെമ്പറേച്ചർ നൽകിയാൽ നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ള ഷേപ്പിൽ നിന്ന് തന്നെ ആ മെറ്റൽ മാറും. കുറഞ്ഞ ടെമ്പറേച്ചർ ആണെങ്കിൽ ആവശ്യമായ രീതിയിൽ എത്തുകയുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു നിശ്ചിത ടെമ്പറേച്ചർ ഉണ്ടാവും. അത് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറായി കൃത്യമായിട്ട് ഒരു 100 ഡിഗ്രി 200 ഡിഗ്രി പോലെ കൃത്യമായിട്ട് ടെമ്പറേച്ചർ അല്ല നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് മനസ്സിലാക്കുക, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഈസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ബോഡി ചേഞ്ചസ് ഇറ്റ്സ് ഇൻറ്റേർണൽ സ്ട്രക്ചർ. അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, ഒരു മെറ്റൽ അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ എപ്പോഴാണോ ചേഞ്ച് ആവുന്നത് അപ്പോഴാണല്ലോ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. ആ ടെമ്പറേച്ചറാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ ദ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് യൂസബിൾ ഫോർ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. കൃത്യമായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഈസ് എ ടെമ്പറേച്ചർ. എല്ലാവരും എഴുതിക്കോ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഈസ് എ ടെമ്പറേച്ചർ at which a metal
starts to change its inner structure. A metal starts to change its inner structure is called as critical temperature. Start എന്നാണ് ഇവിടെ ഉപയോഗിച്ചത്, എന്നാലും അത് ടേക്സ് പ്ലേസ് നടക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. ഓക്കെ, സ്റ്റാർട്ട്സ് ടു ചേഞ്ച് ഇറ്റ്സ് ഇന്നർ സ്ട്രക്ചർ ഈസ് കോൾഡ് ആസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഇനി ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ റേഞ്ചാണെന്ന് ഞാൻ പറഞ്ഞു. അതിനൊരു ലോവർ ടെമ്പറേച്ചർ ഉണ്ടാവും, ഒരു ഹയർ ടെമ്പറേച്ചർ ഉണ്ടാവും. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉണ്ട്, ഹയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉണ്ട്. ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് ഹയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഇതിന് രണ്ടിൻ്റെയും ഡെഫിനിഷൻ എഴുതണം. ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആയിരിക്കും ആദ്യം. ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, the temperature at which the metal starts to change the structure. The temperature at which the metal starts to change the internal structure. അതാണ്. അപ്പോൾ ആ ചേഞ്ച് ആവാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചറിനെയാണ് എന്തു പറയാം? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയാം. ഇപ്പോൾ സ്റ്റീലിൻ്റെ കേസിലാണെങ്കിൽ സ്റ്റീലിൽ കാർബണും ഉണ്ട്, അയണും ഉണ്ട്. അപ്പോൾ നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ കാർബണും അയണും ഉണ്ടാവുമല്ലോ, അത് തമ്മിൽ മിക്സ് ആവും. അങ്ങനെ മിക്സ് ആകാൻ എപ്പോഴാണ് സ്റ്റാർട്ട് ആകുന്നത്? ആ ടെമ്പറേച്ചറിനെയാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. The temperature at which the inner structure changes completely. The inner structure changes completely. Or mixing of the constituents എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള എലമെൻറ്റ്സ്, കോൺസ്റ്റിറ്റ്യുവൻസ്, ഇൻഗ്രീഡിയൻസ് മിക്സിങ് ഫിനിഷ് ആവുക. ഓർ മിക്സിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യുവൻസ് ഫിനിഷസ് is called as higher critical temperature. അപ്പോൾ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉണ്ട്, ഹയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉണ്ട്. പ്രധാനമായിട്ടും നമ്മൾ സ്റ്റീലിനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതുകൊണ്ട് സ്റ്റീലിൻ്റെ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്ര, ഹയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്ര എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. എഴുതിക്കോ, ദ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീൽ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക, ഫോർ സ്റ്റീൽ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഈസ് 732 ഡിഗ്രി. 732 ഡിഗ്രി സെൽഷ്യസ് ആണ് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീൽ. ഹയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീൽ ഈസ് 800 ഡിഗ്രി സെൽഷ്യസ്. 800 ഡിഗ്രി സെൽഷ്യസ് ആണ് സ്റ്റീലിൻ്റെ ഹയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ സ്റ്റീലിൻ്റെ ഏകദേശം റേഞ്ച് എത്ര ആയിരിക്കും? 700 to 800 ആയിരിക്കും ഏകദേശം റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൽ ഇനിയും പഠിക്കാനുണ്ട്. പ്രധാനപ്പെട്ട അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഓക്കെ, പ്രധാനമായിട്ടും ഹീറ്റ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽ സ്റ്റീലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ പർപ്പസസ്, അഡ്വാൻറ്റേജസ്, യൂസസ് എന്തൊക്കെയാണ് 5 പോയിൻറ്റ്സ് എഴുതി. അതുപോലെ തന്നെ എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, എന്താണ് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, എന്താണ് ഹയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, സ്റ്റീലിൻ്റെ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്ര, അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഹയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്ര, ഇത്രയും കാര്യങ്ങൾ ഇന്ന് പഠിച്ചു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ മെത്തേഡ് ഏതെല്ലാമാണ് അതിൽ ഓരോന്നായിട്ട് ഓരോ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.